എന്താ ഗിരിയേട്ട ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? ഏയ് അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ. ഗിരിയേട്ടന്റെ മുഖം കണ്ടാലറിയാം നല്ല വിഷമത്തിലാണെന്ന്. അത് പിന്നെ മഹിമയുടെ കാര്യം ആലോചിച്ച് നല്ല വിഷമമുണ്ട്. കുറച്ച് ദിവസമാണെങ്കിലും ജയിലിൽ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിരുന്നു എന്ന് എനിക്കറിയാം. ആ പാവം അതൊക്കെ എങ്ങനെ നേരിടുവാവോ? മഹിമ കാരണമല്ലേ ഗിരിയേട്ടന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നിട്ടും ഗിരിയേട്ടൻ അവളോട് ക്ഷമിച്ചോ? മഹിമയാണ് പീതാംബരനെ കൊന്നതെന്ന് പ്രീതിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ അവള് കാരണമാണ് ഞാൻ ജയിലിൽ പോയെന്ന് പറയാൻ പറ്റുക? ശരിക്കുള്ള കൊലയാളിയാ നമ്മുടെ എല്ലാ യഥാർത്ഥ ശത്രു. പക്ഷേ മഞ്ജു മഹിമയെ രക്ഷിക്കാൻ ശ്രമിച്ചോണ്ടല്ലേ ഗിരിയേട്ടന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. മഹിമ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മഞ്ജുവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരു നിരപരാധിക്ക് പകരം മറ്റൊരു നിരപരാധിയെ ജയിലിൽ കയറ്റുന്നത് ശരിയാണോന്ന് അവള് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോ മഹിമ എന്നെ പോലെ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കല്ലേ? മഹിമയോട് ഗിരിയേട്ടൻ ഇത്രയും സ്നേഹം കാണിക്കുന്നത് കാണുമ്പോ അത്ഭുതം തോന്നുക. ഈ വീട്ടില് കളിച്ചും ചിരിച്ചും നടന്ന കുട്ടിയാ. എനിക്ക് അവളും സ്വപ്നയെ പോലെയാ. ഗിരിയേട്ടൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10-1 പോലും അവര് തിരിച്ചു കാണിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാ വിഷമം തോന്നേ. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോ എന്നെ വെറുക്കാൻ അവർക്ക് തക്കതായ കാരണമുണ്ട്. അവരുടെ അച്ഛന്റെ കൊലയ്ക്ക് ഞാൻ കൂട്ടുനിന്നുന്നാ മഹിമ വിശ്വസിക്കുന്നത്. മഞ്ജു എന്നെ വിട്ടു പോകാത്തത് തന്നെ വലിയ അത്ഭുതമായിട്ടാ ഞാൻ കാണുന്നത്. ഇങ്ങനെ ചിന്തിച്ച് സ്വയം താഴ്ത്തി കാണരുത് ഗിരിയേട്ട. ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്തപ്പോ അയാള് പറഞ്ഞ പല കൊള്ളരുതായ്മകളും ഗിരിയേട്ടൻ ചെയ്യേണ്ടി വന്നിരിക്കും എന്ന് കരുതി അതിനെല്ലാം ഗിരിയേട്ടനോട് ദേഷ്യം കാണിക്കുന്നതിൽ കാര്യമുണ്ടോ?